കോഴിക്കോട് അരീക്കാട് റെയിൽവേ ട്രാക്കിലേക്ക് വീണ മരം മുറിച്ചു മാറ്റി. ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. ട്രെയിനുകൾ വൈകിയാണ് ഓടുന്നത്. ഇന്നലെയും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ദിസ്ന സുരേഷ് ചേരുന്ന വിവരങ്ങളുമായി. ദിസ്ന, കേരളത്തിലെമ്പാടും ഈ മരം ട്രാക്കിലേക്ക് വീണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തുടരുകയാണ്. മിക്ക ട്രെയിനുകളും വളരെ ഒരുപാട് സമയം വൈകിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഈ ഭാഗത്ത് അരീക്കാട് ഭാഗത്തുള്ള തടസ്സം മാറ്റിയിട്ടുണ്ട് എങ്കിലും ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കുമ്പോഴും എത്രത്തോളം സമയം വൈകി ഓടുന്നതായി റെയിൽവേ അറിയിക്കുന്നുണ്ട്? വീണ, എന്തായാലും ഏറെ പരിശ്രമത്തിന് ശേഷം ഈ ട്രെയിനൊക്കെ ഓടിത്തുടങ്ങി എന്നത് തന്നെയാണ് ഏറ്റവും എടുത്ത ആശ്വാസകരമായി പറയുന്ന കാര്യം. എനിക്ക് പിന്നിൽ കാണുന്ന ദൃശ്യങ്ങളിൽ ഈ മരം മുറിച്ചു മാറ്റുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഇത് KECBയുടെ ഡീസൽ പ്ലാന്റിലുള്ള മരങ്ങളാണ്. നിരവധി തവണ റെയിൽവേ ഈ മരം മുറിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇവർക്ക് മെമ്മോ നൽകിയിരുന്നു. ഒരു 9ഓളം തവണ മെമ്മോ നൽകിയിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ എന്നിട്ട് പോലും ഇത് മുറിച്ചു മാറ്റാൻ അധികൃതർ തയ്യാറായിരുന്നില്ല എന്നൊരു കാര്യമാണ് റെയിൽവേ അധികൃതരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഇത്തരത്തിൽ മരം ട്രെയിനു മുകളിലേക്ക് വീഴുന്നു. വലിയൊരു അപകടത്തിൽ നിന്ന് തന്നെയാണ് തലനാരിഴയ്ക്ക് ഒഴിവായത്. നിരവധി തവണ റെയിൽവേ അധികൃതർ KECB ഡീസൽ പ്ലാന്റിന്റെ ആളുകളോട് മെമ്മോ നൽകി ആവശ്യപ്പെട്ടിരുന്നു ഈ മരം മുറിക്കണമെന്ന്. പക്ഷേ ഈ മരം മുറിക്കുവാൻ അവർ തയ്യാറായിരുന്നില്ല എന്ന് തന്നെയാണ് റെയിൽവേ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ സമീപ പ്രദേശങ്ങളിലുള്ള ആളുകളുടെ ഉടമസ്ഥയിലുള്ള മരങ്ങളും മുറിക്കുവാൻ ആവശ്യപ്പെട്ട് റെയിൽവേ മെമ്മോ നൽകിയിരുന്നു. പക്ഷെ അതൊന്നും തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ മരങ്ങളൊക്കെ തന്നെ മുറിച്ചു നീക്കുകയാണ്. ഇന്നലെ രാത്രിയും സമാനമായ രീതിയിൽ ഈ സ്ഥലത്ത് തന്നെ 2 മരങ്ങളാണ് കടപുഴകി വീണത്. ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഇന്ന് 5:15 കൂടിയാണ് വീണ്ടും ട്രെയിനുകൾ ഓടിത്തുടങ്ങിയത് എന്നത് തന്നെയാണ്. പക്ഷെ ഇന്ന് വീണ്ടും 8:15 കൂടി ഈ സ്ഥലത്ത് തന്നെ മരം വീഴുകയായിരുന്നു. തുടർന്ന് ട്രെയിനുകളൊക്കെ തന്നെയും പിടിച്ചിടേണ്ട ഒരു അവസ്ഥയായിരുന്നു. അല്പസമയം മുൻപാണ് ഈ മലബാർ എക്സ്പ്രസ് അടക്കമുള്ള ട്രെയിനുകൾ വീണ്ടും യാത്ര പുനരാരംഭിച്ചത്. എന്തായാലും ഈ ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ വൈകി ഓടുകയാണ് വീണ. എന്തായാലും ഈ മരങ്ങളൊക്കെ തന്നെയും നീക്കം ചെയ്യാനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നത് തന്നെയാണ്. നമുക്കറിയാം, ഈ മഴക്കാലമാകുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാവുന്നു. നിരവധി തവണ മെമ്മോ നൽകിയിട്ടും ഈ അധികാരികൾ അത് കണ്ടില്ല എന്ന് നടിച്ചത് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രതിഷേധം ആളുകളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. 9 തവണയാണ് റെയിൽവേ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട മെമ്മോ നൽകിയത്. പക്ഷേ അതൊന്നും തന്നെ പാലിക്കുവാൻ തയ്യാറായിരുന്നില്ല എന്നൊരു ആരോപണം തന്നെയാണ് നിലവിൽ ഇവിടെ നിന്ന് ഉയർന്നു വരുന്നത്. വീണ, ഓക്കെ, ശരി ദിസ്ന.